എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. So last time we talked about the first line of defense, like the border security force, നമ്മളതിൻ്റെ ഒരു പ്രിഫേസ്, അതായത് അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് ഒക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ബംഗ്ലാദേശ് വാസ് നോട്ട് എക്സിസ്റ്റിംഗ് ദാറ്റ് ടൈം. India, Pakistan and East Pakistan. These borders, Indo-Pakistan borders, are known as Radcliffe Line. The story of Radcliffe Line. When the independence was offered, rather it was claimed by India and Pakistan from the British regime. So the last viceroy of British, Lord Mountbatten, knew that it is going to be a Herculean task how to divide the entire country into two pieces. What will be the methodology? And what is the concepts? Although it is a two-nation theory, one country entirely for the Muslims and one country for Hindus, it was the motto behind the partition. Okay. So, Gandhiji tried very much, but no one can save the partition. So what happened? Lord Mountbatten knew that it is a big problem. So he selected a person who doesn't know anything about this region, even in Asia. There he selected Sir Cyril Radcliffe. He was a British lawyer, qualified in ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ ഒരു ബ്രിട്ടീഷ് ലോയറായിരുന്നു അദ്ദേഹം. ആസ് യൂഷ്വൽ തൻ്റെ ലോയർ വർക്കൊക്കെ ആയിട്ട് ലണ്ടനിൽ കഴിയുന്ന സമയത്താണ് ഹി ഗോട്ട് ദിസ് ഗോട്ട് ദിസ് ജോബ്. ഈ ഒരു ജോലിക്ക് വേണ്ടി അദ്ദേഹത്തിനെ നിയുക്തി ചെയ്യുന്നത് ആ സമയത്താണ്. ഇനിഷ്യലി ഹി ഡിനൈഡ്. അദ്ദേഹത്തിന് താല്പര്യമില്ലെന്നു. അയാളിത് ആലോചിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ, ഒരു കൺട്രിയെ രണ്ടായിട്ട് വിഭജിക്കുമോ, ഞാനാരാ എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നു കാണും. ആൻഡ് ഇറ്റ് ഈസ് യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നമുക്കൊരു ചെറിയൊരു 1 ഏക്കർ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം ഡിസ്പ്യൂട്ട് വരും അവിടെ. ഇറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് കൺട്രി ഇൻ ഏഷ്യ. ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? അതിനകത്തു നിന്ന് ഒരു പാർട്ട് മുറിച്ചിട്ട് പാകിസ്ഥാന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ജോക്ക്. സോ ഹീ ഹാഡ് എ നീഡ്. എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ബട്ട് ഹി വാസ് ഫോഴ്സ്ഡ് ടു ഡു ഇറ്റ്. ഹി വാസ് മെയ്ഡ് തിങ്സ് വെരി ക്ലിയർ. ലോർഡ് മൗണ്ട്ബാറ്റൻ, ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു ദി ക്യൂൻ. ബ്രിട്ടീഷ് എംപയറിന് വേണ്ടി നിങ്ങൾക്ക് തന്നിരിക്കുന്നൊരു ഡ്യൂട്ടിയാണ്. യു കനോട്ട് ഗെറ്റ് അവേ വിത്ത് ഇറ്റ്. യു ഷുഡ് ഡു ഇറ്റ്. ലൈക്ക് അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചിട്ട് സിറിയൽ റാഡ്ക്ലിഫ് ഓക്കെ ഞാനിത് ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം വരികയായിരുന്നു. അദ്ദേഹം വരുന്നത് തന്നെ ജൂലൈയിലാണ് 1947. ആൻഡ് ഹി ഗോട്ട് only 5 weeks time to divide the entire nation to 2 countries. 5 ആഴ്ച കൊണ്ട് ഇത് വെട്ടിമുറിച്ച് കൊടുക്കാനാണ് അയാൾക്ക് കിട്ടിയ ജോലി. പക്ഷേ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ടായിരുന്നു. അന്നത് ലോർഡ് മൗണ്ട്ബാറ്റൻ ചിന്തിച്ചത് കറക്റ്റാണ്. ഒരു പാർട്ടിസാൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല, ബയസ്ഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല. അയാൾക്ക് ഒരു പക്ഷം ചേരേണ്ട കാര്യമില്ല. ഹി ഡസൻ നോ അബൌട്ട് ഇന്ത്യ, ഹി ഡസൻ നോ അബൌട്ട് പാകിസ്ഥാൻ, സോ അദ്ദേഹം കണ്ട അദ്ദേഹത്തിന് കൊടുത്ത ഇൻപുട്സുകൾ വെച്ചിട്ട് അയാൾ ചെയ്യുമായിരുന്നത്. സോ ഓൺ എ ഫൈൻ മോർണിംഗ് he came with 2 envelopes. ഒരു എൻവലപ്പ് വിളിച്ചിട്ട്
നെഹ്റുവിൻ്റെ കയ്യിൽ കൊടുത്തു. നിയുക്ത പ്രധാനമന്ത്രി ഓഫ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നിയുക്തനായ ഡിസിഗ്നേറ്റഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നെഹ്റുവിന് കൊടുത്തു. മറ്റിടത്ത്, അതായത് പാകിസ്ഥാനിൽ പ്രൈം മിനിസ്റ്റർ വാസ് ലിയാഖത്ത് ഖാനെ വിളിച്ചിട്ട് ഒരു എൻവലപ്പ് കൊടുത്തു. ആൻഡ് ലോർഡ് മൗണ്ട് ബാറ്റൺ ആസ്ക്ഡ് ബോത്ത് ദി ജെന്റിൽമാൻ go to their rooms and discuss it, see it, discuss it and study about this and come back after 2 hours. സോ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് അവരവരുടെ റൂമിലിരുന്ന് വായിച്ച് മനസ്സിലാക്കി വരാൻ അവർക്ക് ഓർഡർ ചെയ്തിട്ട് ലോർഡ് മൗണ്ട് ബാറ്റൺ അവൻ്റെ പണിയിൽ മുഴുകി. സോ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് 2 പേരും വന്നു. 2 പേരുടെയും മുഖത്ത് ദേഷ്യമായിരുന്നു. അറഗൻസ്, റേസ്, ആംഗ്രി. ബോത്ത് ഓഫ് ദം വെർ ടു മച്ച് ആംഗ്രി. ഇതെന്ത് കോപ്പുല പരിപാടിയാന്നുള്ള രീതിയിൽ അവൻ ഭയങ്കരമായിട്ട് ദേഷ്യത്തിലാണ്. അവർക്ക് 2 പേർക്കും അഗ്രി ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ദാറ്റ് ടൈം ലോർഡ് മൗണ്ട് ബാറ്റൺ തോട്ട് ദാറ്റ് ഈ റാഡ്ക്ലിഫ് ഉണ്ടല്ലോ, ഈ റാഡ്ക്ലിഫ് ഒരു മുതലാണ്. അയാൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് 2 പേർക്കും ഇഷ്ടപ്പെടാത്തത്. ബോത്ത് ദി ജെന്റിൽമാൻ വെർ ഈക്വലി ആംഗ്രി. ദാറ്റ് മീൻസ് 2 പേർക്കും ഇത് ആരുടെയും ഒരു സൈഡ് ചേർന്നിട്ട് ഇയാളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത്. അങ്ങനെ പിന്നെ അങ്ങോട്ട് എന്തൊരു സങ്കടകരമായ ദിവസങ്ങളായിരുന്നു. ഒരു നമ്മുടെ സ്ഥലം വെട്ടിമുറിച്ച് മാറ്റുക എന്ന് പറഞ്ഞാൽ അന്നത്തെ പാവങ്ങളായ ജനങ്ങൾക്കൊന്നും അറിയില്ല. ഒരു ദിവസം സ്വാതന്ത്ര്യം സ്വപ്നം കണ്ട് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ ഉണർന്ന് ഒരു ചായ കുടിക്കാൻ നോക്കുമ്പോഴാണ് അപ്പുറത്ത് വെട്ടും കുത്തും നടക്കുന്നത്. പിന്നെ അങ്ങോട്ട് എക്സോഡസ് ആയിരുന്നു, പലായനമായിരുന്നു. ആളുകൾ ജീവനും കൊണ്ട് അങ്ങോട്ട് ഓടുന്നു, കുറേ ആൾ ഇങ്ങോട്ട് ഓടുന്നു. ഒരുപാട് ട്രെയിനിലെല്ലാം ലാഹോറിൽ നിന്നൊക്കെ ഇങ്ങനെ ശവങ്ങളാണ് വന്നിരുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഹിസ്റ്ററിയാണ്, അതെല്ലാം ഹിസ്റ്ററിയാണ്. വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. ട്രാൻസ്ഫർ ഓഫ് പവർ എന്നുള്ള ഒരു ഹെർക്കുലിൻ ടാസ്ക് അങ്ങനെ അവിടെ നിറവേറ്റപ്പെടുകയായിരുന്നു സബ്സിക്വൻ്റ്ലി. ഇതിനിടയിൽ നെഹ്റുവിന് അറിയാമായിരുന്നു പ്രോബ്ലംസ് ഉണ്ടെന്ന്. നെഹ്റു ഒരു ഓഫർ കൊടുത്തു ലോർഡ് മൗണ്ട് ബാറ്റൺ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഇതെല്ലാം ഒന്ന് ശരിയായി വരുന്ന വരെ. ആൻഡ് ലോർഡ് മൗണ്ട് ബാറ്റൺ ഡിസൈഡ് ദാറ്റ് ഈക്വൽ സച്ച് എൻ ഓഫർ ഷുഡ് കം ഫ്രം പാകിസ്ഥാൻ ഓൾസോ. പക്ഷേ അവിടെ ജിന്നയല്ല ആൾ. ജിന്ന പറഞ്ഞു നോ ഗവർണർ ജനറൽ മെയ് ബനുക, ഞാനായിരിക്കും ഇവിടുത്തെ ഗവർണർ ജനറൽ. അയാൾ സമ്മതിച്ചില്ല. പക്ഷേ എനിവേ ഹി ടുക്ക് ദി ഓഫർ. ഇന്ത്യയുടെ ഫസ്റ്റ് ഗവർണർ ജനറലായിട്ടിരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്, ലോർഡ് മൗണ്ട് ബാറ്റൺ. പിന്നെ ഏതായാലും ഒരു കൺട്രിയായിട്ട് നിലകൊള്ളാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ നമ്മുടെ അന്നത്തെ പൊളിറ്റീഷ്യൻസ് ഇത് കൊണ്ടുവന്ന് വെച്ചല്ലോ. പിന്നെ അത് പാർട്ടീഷൻ അല്ലാതെ വേറെ മാർഗ്ഗമില്ലായിരുന്നു. പക്ഷെ ഞാൻ ആലോചിക്കുകയാണ്, അന്ന് കാലത്തൊന്നും നമ്മൾ ജീവിച്ച് കഴിക്കാത്തത് നമ്മുടെ ഭാഗ്യം. പിന്നെ കേരളീയർക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം കേരളീയർ ഇവിടെ ലാൻഡ് ബൗണ്ടറി ഇല്ലാത്തൊരു സ്ഥലത്താണ്. ബൗണ്ടറിയിലെ പ്രശ്നങ്ങൾ എന്താണ്, ഈ പാർട്ടീഷൻ എന്താണെന്ന് ഇവിടുത്തെ ആർക്കെങ്കിലും അറിയുമോ? സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ അന്ന് പങ്കെടുത്തുന്ന ആളുകൾക്കൊക്കെ അതായിരിക്കും അന്നത്തെ മാധ്യമങ്ങളൊക്കെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കാണും, പ്രശ്നങ്ങളൊക്കെ അറിയുമായിരിക്കും. പിന്നെ ഹിസ്റ്ററി സ്റ്റുഡൻസിന് ഇറ്റ്സ് എ വെൽ നോൺ ഫാക്റ്റ്. ഇതിന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വേർഡുണ്ട്, പാർട്ടീഷൻ എ സെമിനൽ ഇവൻറ്റ്. ഇറ്റ് വാസ് എ സെമിനൽ ഇവൻറ്റ്, മഹത്വപൂർണ്ണമായ ഒരു സംഭവമായിരുന്നു. നമ്മൾ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റും അങ്ങനെയുള്ള ബുക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അമൃത്സറിലുള്ള പാർട്ടീഷൻ മ്യൂസിയം ഉണ്ട്. എവരി വൺ ഷുഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇറ്റ് ഷുഡ് ബി വിസിറ്റഡ്. വളരെ നല്ല ഒരു മ്യൂസിയമാണ്. ഈ പാർട്ടീഷനെക്കുറിച്ചും ഇന്ത്യ പാകിസ്ഥാൻ ഹിസ്റ്ററിയെക്കുറിച്ചും നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഒരിക്കലെങ്കിലും പോയിട്ട് നിങ്ങൾ വാഗാ ബോർഡറൊക്കെ കാണാൻ പോകുമ്പോൾ ജാലിയൻ വാലാബാഗ് വരെ പോവും. പിന്നെ ഗോൾഡൻ ടെമ്പിൾ പോയിട്ട് ലങ്കറും കഴിച്ചിട്ട് വരും. ബട്ട്
മെനി എ പീപ്പിൾ ഡസൻ വിസിറ്റ് ദി മ്യൂസിയം സിറ്റുവേറ്റഡ് ദെയർ. അത് മസ്റ്റായിട്ട് കാണാം. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോർഡർ ഇൻക്ലൂഡ്സ് ദി സെൻസിറ്റീവ് ലൈൻ ഓഫ് കൺട്രോൾ ഓൾസോ. ലൈൻ ഓഫ് കൺട്രോൾ മനസ്സിലായല്ലോ. അതൊക്കെ ഹിസ്റ്ററിയാണ്. നമുക്ക് ഓരോരോ പാർട്ടായിട്ട് അതൊക്കെ ഇങ്ങനെ പറയാം. പതിയെ ഒരുപാട് ദിവസങ്ങളുണ്ടല്ലോ നമ്മുടെ അടുത്ത് പറയാം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു സ്റ്റേറ്റ് വൈസ് ബ്രേക്കപ്പ് ബോർഡറിൻ്റെ അത് ഉദ്ദേശിക്കും. ഇപ്പോൾ LOC തന്നെ എന്ന് പറഞ്ഞാൽ 740 to 776 കിലോമീറ്റേഴ്സാണ് പറയുന്നത്. അതിനകത്ത് കുറച്ച് ആ ജോഗ്രഫി അങ്ങനെ ആയതുകൊണ്ടേ മൗണ്ടൈനിയസ് ഒക്കെ അല്ലേ, അപ്പോൾ അതിലാണ് അതിൻ്റെ അളവ് കടക്കുമ്പോഴൊരു പ്രശ്നമാണ് വന്നത്. ഒരു ലെസ് ദാൻ 776 കിലോമീറ്റേഴ്സ് വരുന്നുണ്ട്. ഇതിനെ മിലിറ്ററി ഡിഫാക്റ്റോ ബോർഡർ എന്നും പറയും. മിലിറ്ററി ഡിഫാക്റ്റോ ബോർഡറാണത്. ഓക്കെ. നമ്മളതങ്ങനെ ജസ്റ്റ് ഇപ്പോഴും അഗ്രി ചെയ്തിട്ടൊന്നുമില്ല. POK ഒക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് അതൊരു ഡിസ്പ്യൂട്ടഡ് ഏരിയ ആണ് ഇപ്പോഴും സ്റ്റിൽ. അത് കുറേ പൊളിറ്റിക്സൊക്കെ അതിൽ വരും. ഇറ്റ് ഈസ് എ വെരി വെരി ലാർജ് സബ്ജക്റ്റ്. യുനോ നമ്മളെ ഈ പാകിസ്ഥാൻ്റെ ഈ ഇപ്പോഴുള്ള ബോർഡർ ഞാൻ ഈസ്റ്റ് പാകിസ്ഥാനെ കുറിച്ച് പിന്നീടായിരിക്കും സംസാരിക്കുന്നത്. ഇപ്പോൾ ജമ്മു കാശ്മീർ ലഡാക്ക് ഇത് ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിന് ശേഷം ഇത് ഒരു എവരി വൺ നോ ദാറ്റ് യൂണിയൻ ടെറിട്ടറീസാണ്. അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1222 kilometers. It is a very very large area. Okay, mountainous, inhospitable conditions, and our BSF soldier is standing there performing duty very honestly. പഞ്ചാബ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 425 kilometers. രാജസ്ഥാൻ്റെ 1170 kilometers. ഗുജറാത്ത് 506 kilometers. ഗുജറാത്തും വളരെ കഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. രാജസ്ഥാൻ ഡെസേർട്ടിൽ ജീവിതം ദുസ്സഹം. ഗുജറാത്തിൽ പറയുമ്പോൾ ക്രീക്സ് ഉണ്ട് ഒരുപാട്. റൺ ഓഫ് കച്ചിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു 2 ദിവസം അവിടെ ഡ്യൂട്ടി ചെയ്തൊരു ജവാനോട് ചോദിച്ചാൽ അറിയാം, അവൻ്റെ എല്ല് വരെ ഉരുകി പോകുന്ന പോലെ അതിന് തോന്നും. മാർഷസ് ഓൾവേസ് ലോട്ട് ഓഫ് നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റാത്തൊരു അവിടെ ഒരുപാട് ദുർഘടനകൾ, ഒരുപാട് ആക്സിഡൻസ് ഒക്കെ നടന്ന സംഭവങ്ങളാണ്. സമയം കിട്ടുന്നതിനനുസരിച്ച് ഓരോന്ന് നമുക്ക് റിവീൽ ചെയ്യാം. രാജസ്ഥാൻ ബോർഡർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ ലാസ്റ്റ് 2 months ബാക്ക് ഐ വിസിറ്റഡ് ജയ്സൽമീർ. ജയ്സൽമീറൊക്കെ എന്ന് പറഞ്ഞാൽ ചില ഏരിയയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഹീറ്റ് വേവ്സ്, ഡസ്റ്റ് സഹിച്ചൂടാ. ഒരു BOPയിൽ ഞാൻ പോകുമ്പോൾ കമാൻഡൻ്റുണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ കമ്പനി കമാൻഡർ എവിടെയെന്ന് ചോദിച്ചു. ഞങ്ങൾ സർപ്രൈസ് വിസിറ്റായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ സന്ത്രി പറഞ്ഞു, സർ ഖാന ഖാരാന്ന്. കമ്പനി കമാൻഡർ ഭക്ഷണം കഴിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ടെൻറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ബ്ലാങ്കറ്റൊക്കെ ഒരു ബെഡ്ഷീറ്റ് മൂടി പൊതിച്ചാണ്. ഈ മൂടി പൊതിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹലോ ഹൗ ആർ യു എന്ന് ചോദിച്ചു, കമാൻഡറിനെ ചോദിച്ചു. അപ്പോൾ അയാൾ പതിയെ ഷീറ്റ് ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ അയാൾ ഈ ഷീറ്റ് മൂടിയിട്ട് ആ ബെഡിൽ ഒരു പ്ലേറ്റിൽ ഫുഡ് വെച്ച് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഈ ഡസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ മൂടിയിരിക്കുന്നത്. വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ദർ. അങ്ങനെയൊക്കെയാണ് കൂട്ടരെ BSFകാർ ഡ്യൂട്ടി ചെയ്യുന്നത്. ഒരു കമ്പനി കമാൻഡറായിട്ട് പോലും ഒരു അഡീഷണൽ SP റാങ്കിലുള്ള ഒരു ഓഫീസറാണ്. അയാളുടെ സ്ഥിതി പോലും ഇതാണ്. അപ്പോൾ ജവാൻ്റെ കാര്യം ചോദിക്കാനുണ്ടോ? സോ വി ഡിസർവ് മോർ റെസ്പെക്റ്റ്. അപ്പോൾ അങ്ങനെ ബോർഡറിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട ജീവിതങ്ങളാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും മാക് മോഹൻ ലൈൻ. അത് ഒരു വണ്ടർഫുൾ സ്റ്റോറിയാണ്. സോ ബി വിത്ത് മീ.
താങ്ക് യു വെരി മച്ച്. ഇത് കണ്ടതിൽ, വീഡിയോ കണ്ടതിൽ സന്തോഷം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിലേറെ സന്തോഷം. ഓക്കേ, ബൈ.